Today let's talk about properties of cardiac muscles. So that this can come as a short note for PDS nursing students. So we'll make it simple, right? First, I'll be talking about briefly about the structure of the heart. Okay. Second, then we'll be after talking about the structure of the heart, we'll be talking about the properties of cardiac muscle. First, let's talk about the pericardium. Now, what is pericardium? It is the covering of the heart. See, look here. One second. Pericardium ഹാർട്ടിനെ കവർ ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരികാർഡിയം. ഓക്കെ, നൗ ദിസ് പെരികാർഡിയം, ഓക്കെ, it has got two layers. It has got a outer fibrous layer and it has got inner serous layer. അപ്പോൾ നമ്മുടെ പെരികാർഡിയം എന്താടാ? ഇറ്റ് ഈസ് ദി കവറിങ് ഓഫ് ദി ഹാർട്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഈ പെരികാർഡിയത്തിന് 2 ലേയേഴ്സ് ഉണ്ട്. പുറത്തെ ലെയറിനെയാണ് നമ്മൾ ഫൈബ്രസ് ലെയർ എന്ന് പറയും. ഓക്കെ, ഞാൻ ഈ ബ്ലൂ ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, ആൻഡ് ഇന്നർ ലെയറിനെ നമ്മൾ എന്ത് പറയടാ? ദ ഇന്നർ ലെയർ ഞാൻ ഈ ഗ്രീൻ ആയിട്ട് വരയ്ക്കുന്നത്. ദിസ് ഇന്നർ ലെയർ ഇസ് കോൾഡ് ആസ് inner serous pericardium. Outer fibrous pericardium and inner serous pericardium. Now, fibrous means, what do you mean by fibrous? It means dense connective tissue ആയിരിക്കും ഇവിടെ ഉള്ളത്. ഈ പുറത്തെ ഫൈബ്രസ് ലെയറിൽ എന്താടാ? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. ഓക്കെ, ആൻഡ് സീറസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ സീറസ് എന്ന് പറഞ്ഞാൽ സീറസ് എന്ന് പറഞ്ഞാൽ വാട്ടറി സെക്രീറ്റിംഗ് വാട്ടറി ഫ്ലൂയിഡ് എന്നാണ് അർത്ഥം. അപ്പോൾ സീറസ് മീൻസ് ഇറ്റ് ഈസ് എ സ്ലിപ്പറി ലെയർ. വാട്ട് ഈസ് ഇറ്റ് ഡിയർ? ഒരു സ്ലിപ്പറി ലെയർ ആണ്. ഓക്കെ, നൗ ഓൾസോ റിമെമ്പർ ഈ ഇന്നർ സീറസ് ലെയർ ഇല്ലേ, ഇന്നർ സീറസ് ലെയറിന് 2 ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇന്നർ സീറസ് ലെയറിന് ഓക്കെ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ലേയേഴ്സ്. ജസ്റ്റ് പേര് മാത്രം മതി. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് parietal layer. See, inner serous layer, it is made up of 2 layers. Simple ആണ്. Those layers are called as parietal layer and visceral layer. നോക്കിക്കേ, ഇവിടെ നോക്ക്, I'll tell you. ഞാൻ ഈ ഗ്രീൻ ആയിട്ട് വരച്ചേക്കുന്നതാണ് നമ്മുടെ ഇന്നർ, ഈ ഭാഗം ഇന്നർ സീറസ് ലെയർ. ഓക്കെ, നൗ ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ഇറ്റ് ബിലോ. Okay, look here. This green color that I have drawn here, this is the serous layer. Okay, and the outside part, it has got 2 layers. The outer layer is called as the parietal layer. Okay, the outer layer is called as this one, parietal layer. Okay, ഈ parietal layer is in contact with which layer? പുറത്തത്തെ ഫൈബ്രസ് ലെയറുമായിട്ട് see, this parietal layer is in contact with the outer fibrous layer. Okay, and inner, see this one, this area, inner serous layer, that is called as visceral layer. ഈ visceral layer is in contact with the heart muscle. ഒന്നും കൂടെ, very simple it is. Look here, I have drawn the heart. Okay, heart is covered by pericardium. Okay, it is a layer that covers the heart. Okay, now pericardium, broadly speaking, 2 layers under. The outer pericardial layer is called as fibrous layer. ഞാനിപ്പോൾ fibrous layer മാത്രമേ വരച്ചിട്ടുള്ളൂ. The inner pericardial layer is called as the inner pericardial layer is called as, ഞാൻ ഈ ഗ്രീനിൽ വരച്ചേക്കുന്നതാണ്, inner serous layer. ഇത്രയും മനസ്സിലായോ? ഇനി ഈ സീറസ് ലെയറിന് 2 ഭാഗങ്ങളുണ്ട്, 2 ലേയേഴ്സ് ഉണ്ട് സീറസ് ലെയറിന് തന്നെ. ഓക്കെ, സബ് ഡിവിഷനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, സീറസ് ലെയർ, ദ ഇൻസൈഡ് പാർട്ട് ഓഫ് ദ സീറസ് ലെയർ. ഓക്കെ, ഞാൻ ഈ പേർപ്പിൾ ആയിട്ട് വരയ്ക്കുന്നത്, വിച്ച് ഇസ് ദിസ് ലെയർ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ദി ഹാർട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നതാ? വിസറൽ ലെയർ. എന്താടാ? വിസറൽ ലെയർ. ഓക്കെ, ആൻഡ് ദി ഔട്ട്സൈഡ് പാർട്ട്, which color I should take? Which color? Blue.
The outside part of the serous layer, ഞാൻ ഈ ബ്ലൂ ആയിട്ട് വരയ്ക്കുന്നത്, ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? ഈ ബ്ലൂ ആയിട്ട് ഞാൻ വരയ്ക്കുന്നതാണ് പെറൈറ്റൽ ലെയർ. ഓക്കെ, ഈ പെറൈറ്റൽ ലെയർ, ഓക്കെ, ഇറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ട്? outer fibrous layer. This much understood? Fine. Now you guys would have heard about pericardial fluid. Okay, take notes. Okay, ഞാൻ ഈ പറയുന്നത് നോട്ട്സ് എഴുതിയെടുക്കണേ. പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്താ ഈ സംഭവം? ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് മീൻസ്, see, pericardial fluid means, you know what? It is a straw colored fluid. Okay, it is a straw colored fluid. Straw colored means yellow color fluid. കേട്ടോ, ഒരു pale yellowനെയാണ് നമ്മൾ straw colored എന്ന് പറയുക. Okay, so it is a straw colored fluid located in the pericardial cavity. Where is pericardial cavity? See, listen carefully. Okay, pericardial cavity എന്ന് പറഞ്ഞാൽ, okay, I'll just take white color, or which color I should take? See, pericardial cavity means the space between the visceral layer and the parietal layer. ഞാൻ പറഞ്ഞില്ലേ, ഇന്നർ സീറസ് ലെയറിന് 2 layers പിന്നെയുണ്ട്. സീറസ് ലെയർ ഇസ് മേഡ് അപ്പ് ഓഫ് two layers, the inner visceral and the outer parietal layer. ഈ ഇന്നർ വിസറലിൻ്റെയും ഔട്ടർ പെറൈറ്റൽ ലെയറിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ ഹാർട്ടിനൊരു സ്പേസ് ഉണ്ട്. ഓക്കെ, ദ സ്പേസ് ബിറ്റ്വീൻ ദി ഇന്നർ വിസറൽ and outer parietal layer, that is called as pericardial space. എന്താടാ? That is called as pericardial space. ഈ pericardial spaceൽ എന്തുണ്ട്? Pericardial fluid ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വൈറ്റ് ആയിട്ട് വരച്ചിരിക്കുന്നില്ലേ ആ ഭാഗത്ത്, ഇവിടെ നമുക്ക് എന്തുണ്ട്? pericardial fluid ഉണ്ട്. Now you will tell me, why would we need pericardial fluid? നമുക്ക് എന്തിനാ pericardial fluidൻ്റെ ആവശ്യം എന്താ? ഓക്കെ, first thing, function, it acts as a lubrication. എന്താടാ? it acts as a lubrication. ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, റൈറ്റ്? കോൺട്രാക്ട്സ് റിലാക്സ്. അപ്പോൾ ആ സമയത്ത് ഫ്രിക്ഷന് ചാൻസ് ഉണ്ട്. ഓക്കെ, so these walls, okay, when they come in contact with each other, you know, when the heart beats, there is chance for friction. So this can lead to inflammation, irritation of the heart. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹാർട്ടിന് ചുറ്റിനും നമുക്ക് എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ്. സോ ഫങ്ഷൻ ഇസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ സോ ദാറ്റ് ദി ഹാർട്ട് ക്യാൻ ബീറ്റ് വിത്തൗട്ട് ഫ്രിക്ഷൻ. പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ വാട്ട് ഈസ് ദി എമൗണ്ട്? അബൌട്ട് 10 to 15 ml ആണ് അതിൻ്റെ നോർമൽ വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിനെ പറ്റി പഠിക്കുമ്പം ഒരു ക്ലിനിക്കൽ റെഫറൻസ് ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് പെരികാർഡിയൽ എഫ്യൂഷൻ. എന്താടാ? പെരികാർഡിയൽ എഫ്യൂഷൻ. ഇവിടെ എഴുതാം, ഒരു മിനിറ്റ്. പെരികാർഡിയൽ എഫ്യൂഷൻ മീൻസ് it is the over or excess accumulation of pericardial fluid. എക്സസ് ആയിട്ട് പെരികാർഡിയൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? പെരികാർഡിയൽ എഫ്യൂഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ അക്കർ ഡ്യൂ ടു വേരിയസ് ഡിസീസസ്. So that's why you should know the normal volume of pericardial fluid. എത്രയാണ് normal volume in you and me? 10 to 15 ml. Okay. Now look here, the chambers of the heart. നമ്മുടെ ഹാർട്ടിന് 4 chambers ഉണ്ട്. എത്ര chambers ഉണ്ടടാ? Our heart has 4 chambers. The upper 2 chambers are called as atria. Okay? And the lower chambers, they are called as ventricles. So let us say we have 2 atria. Let's say this is the left side of the person, this is the right side of the person. Okay, this is left atria, this is right atria. Okay, the lower chamber is called as ventricle. Let me write V for it. Okay, this becomes the left ventricle, this becomes the right ventricle. Understood? Now look here. The upper atrias, they are separated by a septum called as interatrial septum. See, septa means what, you know? A wall. Septa means what, dear?
a wall that separates two chambers or two spaces. That is called as septum. Plural is septa. Okay. So the right and left atria, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ ഏട്രിയൽ സെപ്റ്റം. വെരി സിമ്പിൾ. നൗ നോക്കിയാ, the septa between the two ventricles, they are called as interventricular septum. Interventricular septum. Okay. Now you should know something called as valve. Okay, what is valve, dear? A valve means it is a door like structure. ഒരു ഡോർ പോലെയാണ്. So നമ്മുടെ ഹാർട്ടിൽ it has got a valve at this region. Okay, that is between the left atria and the left ventricle. See, blood എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ബ്ലഡ് റൈറ്റ് ഏട്രിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു, ലെഫ്റ്റ് ഏട്രിയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ദാറ്റ്സ് ഹൗ ദി ബ്ലഡ് ഫ്ലോസ്. നൗ സി, ലെഫ്റ്റ് ഏട്രിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. സോ അവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് ഈ രണ്ട് ലെഫ്റ്റ് ഏട്രിയയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക് നമുക്ക് എന്തുണ്ടടാ? ഒരു ഡോറുണ്ട്. ഈ ഡോറിനെയാണ് പറയുന്നത് വാൾവ്. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മിട്രൽ വാൾവ്. എന്താടാ? മിട്രൽ വാൾവ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വാൾവിൻ്റെ യൂസ് എന്താണെന്നറിയോ? ഇറ്റ് അലൗസ് ബ്ലഡ് ടു ഫ്ലോ ഫോർവേഡ്. എന്ന് വെച്ചാൽ ഓക്കെ, ലെഫ്റ്റ് ഏട്രിയയിൽ ബ്ലഡ് നിറയുമ്പോൾ okay, this opens and blood can flow into the left ventricle. Okay, പക്ഷേ ഈ ബ്ലഡിന് തിരിച്ച് മേലോട്ട് ലെഫ്റ്റ് ഏട്രിയയിലേക്ക് കയറാൻ പറ്റത്തില്ല. ഓക്കെ, സോ ദിസ് ഡോർ ഒരു വൺ വേ മൂവ്മെൻറ്റ് മാത്രം അലൗ ചെയ്യുന്ന ഡോറാണ് എന്ത്? മിട്രൽ വാൾവ്. സോ ബേസിക്കലി വാൾവ്സിൻ്റെ ഫങ്ഷൻ അതാണ്. ദേ അലൗ യൂണിലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ്, ഓഫ് ബ്ലഡ് ആവാം, ലിംഫാറ്റിക്സ് ആവാം, വാട്ട് എവർ. സോ ഇവിടെ നമ്മൾ ബ്ലഡിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. വി ഹാവ് മിട്രൽ വാൾവ്. ഇറ്റ് ഈസ് എ വാൾ ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിൻ്റെ ഫംഗ്ഷൻ എന്താടാ? ലെഫ്റ്റ് ഏട്രിയയിൽ ബ്ലഡ് നിറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് അത് പോകും. ഓക്കെ, സോ ഈ ഡോർ ഓപ്പൺ ആക്കി കൊടുത്താലേ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ താഴോട്ട് വരുന്ന ബ്ലഡ് മേലോട്ട് തിരിച്ച് ബാക്ക് ഫ്ലോ ഉണ്ടാവാതിരിക്കാനായിട്ട് മിട്രൽ വാൾവ് ആണ് നോക്കേണ്ടത്. ഓക്കെ, സോ വൺസ് ദ ബ്ലഡ് ഫ്ലോസ് ഡൗൺ, ദിസ് വാൾവ് ക്ലോസസ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, നൗ ലുക്ക് ഹിയർ. The valve between the right atria and the right ventricle. See, ഇവിടെ നമുക്കൊരു വാൾവ് ഉണ്ട്. The valve between the right atria and right ventricle. That is called as tricuspid valve. എന്താടാ? Tricuspid valve. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ള വാൾവാണ് മിട്രൽ വാൾവ്. റൈറ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിലുള്ള വാൾവിൻ്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. അപ്പോൾ ഈ രണ്ട് വാൾവ്സിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് atrioventricular valves. What is it? Atrioventricular valves. Because ഈ വാൾവ്സ് എന്താണ്? ദേ ആർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഏട്രിയം ആൻഡ് ദ വെൻട്രിക്കിൾ. അതുകൊണ്ട് നമ്മൾ ഈ മിട്രൽ വാൾവ്സിനെയും ട്രൈകസ്പിഡ് വാൾവിനെയും ഒരുമിച്ച് കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് atrioventricular valves. Understood? Okay, now I have a beautiful picture to show you. See, left atrium, okay, left ventricle, adinte edakku there is a valve that is called as a mitral valve. Right atrium, right ventricle, adinte edakku ഇവിടെ ബ്ലഡ് നിറയുമ്പോഴത്തേക്കും ഈ രണ്ട് കണ്ടോ, ഇതൊരു ഡോർ പോലെയാണ്, ഇത് ഓപ്പൺ ആവും. അപ്പോൾ ബ്ലഡ് താഴേക്ക് വരും. ഓക്കെ, ബ്ലഡ് ഫുള്ള് താഴേക്ക് വന്നതിന് ശേഷം ഈ ഡോർ അങ്ങ് ക്ലോസ് ആവും. സോ ദാറ്റ് ബ്ലഡ് ഡസ് നോട്ട് ഗോ ബാക്ക്വേർഡ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അല്ലെങ്കിൽ ഇത് ക്ലോസ് ആയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? ബിക്കോസ് വൺസ് ഈ റൈറ്റ് വെൻട്രിക്കിളിൽ ഒത്തിരി ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കാരണം തിരിച്ച് മേലോട്ടത്തേക്ക് പോവാം. ബിക്കോസ് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യല്ലേ. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ വാൾവ് ഇതേപോലെ ഓപ്പൺ ആയിട്ടിരുന്നാൽ ഇവിടെ ഫുള്ള് ബ്ലഡ് നിറഞ്ഞെന്ന് വെച്ചോ, ഈ ഭാഗം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് എന്ത് പറ്റും? മേലോട്ട് ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൺസ് the entire blood moves down from atrium to the right ventricle, the valve will close. Understood? Okay. Fine. Now, one more thing. Briefly, you should know, right ventricle okay, the blood goes to pulmonary artery. Okay.
സി റൈറ്റ് സൈഡിൽ നമുക്കുള്ളത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്കെ, ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ളത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. റൈറ്റ്, പ്രോപ്പർ കാർഡിയാക് സർക്കുലേഷൻ വിൽ ടേക്ക് ഇറ്റ് ഇൻ സം അതർ ക്ലാസ്. ഇപ്പം ഞാൻ ആ വാൾവ്സിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ എം ജസ്റ്റ് ഗിവിങ് ആൻ ഓറിയൻറ്റേഷൻ. റൈറ്റ് സൈഡിൽ ഇവിടെയുള്ള ബ്ലഡ് എന്താണ്, ഡീഓക്സിജനേറ്റഡ് ആണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലുള്ള നല്ല ബ്ലഡാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഓക്കെ, നൗ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടത്തേക്കാണ് പോകുന്നത്, ഏത് വെസലിലേക്കാണ്, പൾമനറി ആർട്ടറിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ലങ്സിലേക്ക് ചെല്ലുന്നു, ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവുന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അവിടുന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇവിടുന്ന് അയോട്ട വഴി ബോഡിയിലേക്ക് മൊത്തം പോകുന്നു. ഇതാണ് വളരെ ബ്രീഫായിട്ട് നമ്മുടെ സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടത്തേക്കാണ് പോകുന്നത്, അയോട്ടയിലേക്കാണ് പോകുന്നത്. ഇനി ഇതിത്ര ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാനായിരുന്നു. സി, നമുക്ക് മേലെ വാൾവ്സ് ഉള്ളതുപോലെ ഓക്കെ വെൻട്രിക്കിൾസിൻ്റെ സൈഡിൽ നമുക്ക് വാൾവ്സ് ഉണ്ട്. സി, ദർ ഇസ് എ വാൾവ് ഹിയർ ഓക്കെ കോൾഡ് ആസ് ദി പൾമിനറി വാൾവ്. എന്താടാ, പൾമിനറി വാൾവ്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ വാൾവ് ഹിയർ. വൺ സെക്കൻഡ്. പൾമിനറി വാൾവ് മീൻസ് the valve that is present between right ventricle and the pulmonary artery. റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമനറി ആർട്ടറിയുടെയും ഇടയ്ക്കുള്ള വാൾവിനെയാണ് നമ്മൾ എന്ത് പറയുന്നതടാ, പൾമനറി വാൾവ്. ലെഫ്റ്റ് വെൻട്രിക്കിളും അയോട്ടയും അതിൻ്റെ ഇടയ്ക്കുള്ള വാൾവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോട്ടിക് വാൾവ്. അയോട്ടിക് വാൾവ്. അപ്പോൾ ഈ രണ്ട് വാൾവ്സിൻ്റെയും ഫംഗ്ഷൻ സെയിം തിങ് ആണ്. ദേ പ്രിവെൻറ്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബ്ലഡ് ഇല്ലേ, ഓക്കെ, സി വൺസ് ഇറ്റ് കംസ് ഡൗൺ ഈ വാൾവ്സ് അങ്ങ് ക്ലോസ് ആവും. സോ ദാറ്റ് ഈ അയോട്ട കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് തിരിച്ച് മേലോട്ടത്തേക്ക് പോകത്തില്ല. ബ്ലഡ് വിൽ ഓൺലി മൂവ് ദിസ് വേ ഓക്കെ ടു ദ ബോഡി. ഓക്കെ, സെയിം തിങ് ദ ബ്ലഡ് മൂവ്സ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ദ പൾമനറി ആർട്ടറി. ഓക്കെ, ഈ ബ്ലഡ് താഴോട്ട് വന്നതിന് ശേഷം ഈ വാൾവ് അങ്ങ് ക്ലോസ് ആവും. ഓക്കെ, സോ ദാറ്റ് ദർ ഇസ് ഓൺലി യൂണിലാറ്ററൽ ഫ്ലോ ഓഫ് ബ്ലഡ് തിരിച്ച് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകത്തില്ല. പൾമനറി ആർട്ടറി, സി യു നോ ദാറ്റ് ദീസ് ആർട്ടറീസ് കോൺട്രാക്ട് അല്ലേ. സോ ഈ ഭാഗമൊക്കെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഓക്കെ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ബ്ലഡ് ക്യാൻ മൂവ് അപ്പ്. പക്ഷേ അതാരാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഈ വാൾവ്സ് ആണ്. ദേ പ്രിവെൻറ്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. ഓക്കെ, ഒരു ഡയറക്ഷന് മാത്രമേ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഓക്കെ നോക്കിയേ, ഈ പൾമനറി വാൾവും ഓക്കെ അയോട്ടിക് വാൾവും ഇത് രണ്ടിനെയും ആണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി ലൂണർ വാൾവ് എന്ന് പറയുക. എന്താടാ, വി കോൾ ഇറ്റ് ആസ് ദി സെമി ലൂണാർ വാൾവ്സ്. ഓക്കെ, പൾമനറി വാൾവിനെയും അയോട്ടിക് വാൾവിനെയും കളക്റ്റീവായിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു, സെമി ലൂണാർ വാൾവ്സ്. സെമി ലൂണാർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ലൂണാർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, മൂണാണ്, മൂൺ ഷേപ്പ്. ഓക്കെ, സെമി ലൂണാർ എന്ന് പറഞ്ഞാൽ സെമി ലൂണാർ ഹാഫ് മൂൺ ഷേപ്ഡ്. എന്നുവെച്ചാൽ ഈ രണ്ട് വാൾവ്സും ദേ ലുക്ക് ലൈക്ക് ഹാഫ് മൂൺ. ഓക്കെ, അതുകൊണ്ടാണ് സെമി ലൂണാർ വാൾവ്സ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് you should write 2 words about chorda tendinae. What is it? Now, ഈ chorda tendinae എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് you should know what are papillary muscles inside the heart. Papillary muscles inside the heart. Okay, very simple. See, നമ്മുടെ ലോവർ ചേമ്പേഴ്സിലെ ദാറ്റ് ഈസ് വെൻട്രിക്കിൾസിൽ കുഞ്ഞു മസിൽസ് ഉണ്ട്. ദേ ഹാവ് സ്മോൾ മസിൽസ് called as papillary muscles. So the ventricles have small muscles called as what dear? ഞാൻ ഈ പേർപ്പിളിൽ വരയ്ക്കുന്നതാണ്. Papillary muscles. Okay. Now you know ഞാൻ ഈ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നത് എന്താണ്, നമ്മുടെ വാൾവ്സ് ആണ് അല്ലേ. ഇതാ ഈ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നത് ഇതെന്താണ്, ദിസ് വൺ the valve between the left atria and the left ventricle, that is called as a mitral valve. Okay, that is called as a mitral valve. The valve between the right atria and the right ventricle, ee rendanam idendana, that is a tricuspid valve, right? Tricuspid valve. Now ee chorda tendon endanu vechal, see, they are strings. Okay, നമ്മുടെ സ്ട്രിങ്സിന് മലയാളത്തിൽ എന്താ, ത്രെഡ് ഇല്ലേ, നൂല് പോലെ സ്ട്രക്ചേഴ്സ് ആണ് കണക്റ്റിംഗ് ദ പാപ്പിലറി മസിൽസ് ഓക്കെ വിത്ത് ദ വാൾവ്സ്.
ഞാൻ ഈ യെല്ലോ കളറിൽ വരയ്ക്കുന്നതാണ് കോഡ ടെൻഡിനെ. സോ ബേസിക്കലി ദേ കണക്ട് ദ പാപ്പിലറി മസിൽസ്. ഈ പേർപ്പിൾ കളറിൽ ഞാൻ വരച്ചതല്ലേ നമ്മുടെ പാപ്പിലറി മസിൽസ്. പാപ്പിലറി മസിൽസും ഈ വാൾവ്സ്, ദാറ്റ് ഇസ് മിട്രൽ വാൾവ്, ഓക്കെ, ആൻഡ് ട്രൈകസ്പിഡ് വാൾവ്. സോ ഈ യെല്ലോ കളർ ഞാൻ വരച്ചേക്കുന്നതാണ് നമ്മുടെ ഈ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കോഡ ടെൻഡിനെ എന്ന് പറയുക. അപ്പോൾ ഇവിടെ യു ക്യാൻ സീ ക്ലിയർലി ഇൻ ദിസ് പിക്ചർ. In this picture, see, thread-like structures കണ്ടോ? These are chorda tendineae. നമുക്ക് എന്തിനാ ഇനി chorda tendineae ആവശ്യം? What is the function? Why would God give us chorda tendineae? See, he is too brilliant, like beyond our imagination. See, you'll be surprised to know why we have chorda tendineae. Look here. നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് വരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. സെയിം തിങ്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് വരുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഓക്കെ, ഇതുവരെ അറിയാം. അപ്പോൾ ഇവിടെ പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് വെൻ ദ വെൻട്രിക്കിൾസ് കോൺട്രാക്ട്, ഈ വാൾവ്സ് ഉണ്ടല്ലോ, ഈ മിട്രൽ വാൾവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രൈകസ്പിഡ് വാൾവ് ആയിക്കോട്ടെ, ഈ വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷൻ കാരണം, ദാറ്റ് മീൻസ് ഇൻസൈഡ് ഈ ഭാഗത്ത് ഭയങ്കര പ്രഷർ കൂടി നിൽക്കുകയാണ്, ബ്ലഡ് നിറഞ്ഞ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഈ വാൾവ്സ് ഉണ്ടല്ലോ മേലോട്ട് ചിലപ്പം ആയി പോവാം. ഓക്കെ, ബിക്കോസ് ഓഫ് ദ പ്രഷർ മേലോട്ടായി പോവാം. ഓക്കെ, അങ്ങനെ മേലോട്ടായി പോയാൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഈ വാൾവ്സ് സ്ലൈറ്റ്ലി ഒന്ന് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ വാൾവ്സ് സ്ലൈറ്റ്ലി ഓപ്പൺ ആയി എന്ത് പറ്റും? ഈ വെൻട്രിക്കിൾസിലുള്ള ബ്ലഡ് ചെറുതായിട്ട് മേലോട്ട് ബാക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ബോഡിയിൽ. ഓക്കെ, ദാറ്റ് കോസസ് പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെ ഈ വാൾവ്സ് മേലോട്ട്, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ വാൾവ്സ് സ്ലൈറ്റ്ലി മേലോട്ടാവാതിരിക്കാൻ, പ്രഷർ കാരണം ചിലപ്പോൾ ഈ വാൾവ്സ് സ്ലൈറ്റ്ലി മേലോട്ടാവാം. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിങ്സിനെ ദൈവം നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ഈ സ്ട്രിങ്സിൻ്റെ പേരെന്താടാ? കോഡ ടെൻഡിനെ. അപ്പോൾ ഈ സ്ട്രിങ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ പുൾ ദ വാൾസ് ബാക്ക്. ഈ പ്ലേസിൽ തന്നെ ഇരിക്കൂ, നിങ്ങൾ മേലോട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രഷർ ഈ സ്ട്രിങ്സ് കൊടുക്കും ഈ വാൾസിന്. അപ്പം വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ കൂടിയാലും ഈ വാൾസ് മേലോട്ട് പോവോ? ഇല്ല. ദർ വിൽ ബി നോ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ജസ്റ്റ് ഐഡൻറ്റിഫൈ വാട്ട് ഇസ് കോഡ ടെൻഡിനെ. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് കോഡ ടെൻഡിനെ? കോഡ ടെൻഡിനയുടെ ഡെഫിനിഷൻ എന്താ? അത് തിൻ സ്ട്രിങ്സ് ആണ് അറ്റാച്ചിങ് ദ പാപ്പിലറി മസിൽസ് ടു ദ വാൾവ്സ്, ഹാർട്ട് വാൾവ്സ്. ഓക്കെ, സോ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് വെൻ ദ വെൻട്രിക്കിൾസ് കോൺട്രാക്ട്. നൗ ദ വാൾസ് ഓഫ് ദി ഹാർട്ട്. നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്യുന്ന വാൾസ് എന്തൊക്കെയാണ്? വി ഹാവ് 3 വാൾസ് ഡിയർ. ഓക്കെ, നമ്മുടെ ഹാർട്ട് കവർ ചെയ്യുന്നത്, ഇറ്റ് ഈസ് കവേർഡ് ബൈ എപ്പികാർഡിയം, 2 മയോകാർഡിയം ആൻഡ് 3 എൻഡോകാർഡിയം. ഓക്കെ, our heart, it is covered by 3 layers. എപ്പികാർഡിയം, സോ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? എപ്പികാർഡിയം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നടുക്കുള്ളൊരു ലെയറിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? മയോകാർഡിയം. റൈറ്റ്, ദ മിഡിൽ ലെയർ. ഓക്കെ, നൗ സി, ഈ മയോകാർഡിയമാണ് ഈ ഹാർട്ട് മസിലാണ് മയോകാർഡിയം എന്ന് പറയുക. ഓക്കെ, സോ ബേസിക്കലി മയോകാർഡിയമാണ് കോൺട്രാക്ട് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുന്നതും ബ്ലഡിനെ പമ്പ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ആൻഡ് ദ ഇന്നർ ലെയർ ഓഫ് ദി ഹാർട്ട് is called as endocardium. So once more I'll tell you. If I'm cutting the heart, and seeing it from inside, the innermost heart is made up of 3 layers. Okay, I'm not saying about the covering of the heart in the covering ne pattiyalla njan parayunne. Heart as a whole, it is made up of 3 layers. Okay, heart in the innermost layer neയാണ്, ഇപ്പോൾ ഇത് heart ആണെന്ന് വെച്ചോ, innermost layer neയാണ് നമ്മൾ endocardium എന്ന് പറയുക. Okay, ആൻഡ് അതിൻ്റെ പുറത്തുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ മയോകാർഡിയം എന്ന് പറയുക. ഈ മയോകാർഡിയമാണ് ബേസിക്കലി ഹാർട്ട് മസിൽ. ഓക്കെ, ഹാർട്ട് മസിൽ. ആൻഡ് അതിൻ്റെയും പുറത്തുള്ള ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പികാർഡിയം. വാട്ട് ഇസ് ഇറ്റ്? എപ്പികാർഡിയം. ഓക്കെ, എപ്പികാർഡിയം. നൗ സി, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ആദ്യം പഠിപ്പിച്ച പെരികാർഡിയം എന്താണ്? എടോ, പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സി, പെരികാർഡിയം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം വേറെ ഏത് കളറാണ് ഇപ്പോൾ എടുക്കുക? ഓക്കെ, സി, പെരികാർഡിയം മീൻസ് ദി ഔട്ടർ സാക്ക്
ഓർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരികാർഡിയം എന്ന് വിളിക്കുന്നത്. പെരികാർഡിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ. നൗ എപ്പികാർഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ദി ഔട്ടർ ലെയർ. ഒരു ഹാർട്ടിനെ ഞാൻ 3 ഭാഗമായിട്ട് ഒരു ലെയർ ആയിട്ട് കണ്ട, ഹാർട്ട് ആസ് എ ഹോൾ. ദ ഔട്ടർമോസ്റ്റ് ലെയർ is called as the epicardium, the middle layer is called as the myocardium, the innermost lining of the heart, the inner layer of the heart is called as endocardium. Understood? Pericardium എന്ന് പറഞ്ഞാൽ പുറത്തെ ഒരു ഷീറ്റാണ് ഹാർട്ടിൻ്റെ, അതാണ് നമ്മുടെ പെരികാർഡിയം, the whole protective sac around the heart. Understood? Alright, now the next section we go to properties of cardiac muscle. Actually ഇതാണ് നിങ്ങളുടെ question. Okay, name the properties or explain in brief the properties of cardiac muscle. I think I'll take that tomorrow, guys. Okay, yeah, I'll see you all tomorrow. Stay blessed, drink lots of water, eat very healthy food, and pinanda, yeah, stay fit, right? See, I don't tell my students study 24/7. It's good to read, it's good to know things, but your health is as important as your success, right? So yeah, guys, take care, sleep well, tata, bye bye.